മാഡത്തിന് തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേ? തിരക്കുണ്ടെങ്കിലും നിങ്ങളെപ്പോലുള്ള വക്കീലന്മാരുടെ അത്രയും തിരക്കില്ല. കള്ളം പറഞ്ഞാൽ മാത്രം പോരല്ലോ, അത് കൃത്യമായിട്ട് കൊള്ളിക്കുകയും വേണ്ടേ? അത് കൃത്യമായിട്ട് എറിഞ്ഞ് കൊള്ളിക്കുന്നോണ്ടാണല്ലോ നിങ്ങളെ പോലെയുള്ള IAS-കാർ കള്ളം പറയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ തേടി വരുന്നേ. അത് കൊള്ളാം. പക്ഷേ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നതേ കളക്ടറിന്റെ വിലയേറിയ സമയം കുറച്ചു നേരത്തേക്ക് അപഹരിക്കാൻ തന്നെയാ. വിരോധമൊന്നും ഇല്ലല്ലോ? അല്ല, വിരോധം ഉണ്ടെങ്കിലും എന്നെ കുറച്ചു നേരത്തേക്ക് സഹിക്കേണ്ടി വരും. ഏയ് പറയേ, എന്താ പ്രശ്നം? വേറൊന്നുമല്ല, എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് വേണം. ഈ ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ താൻ മാത്രമേ ഉള്ളൂ. അരുണ, കാര്യം പറ. ഞങ്ങൾക്കിടയിൽ, അതായത് എനിക്കും മൂർത്തിക്കും ഇടയിൽ യാതൊരു സ്നേഹക്കുറവുമില്ല. ഞാൻ സ്നേഹിക്കുന്നതിന്റെ 100 ഇരട്ടി സ്നേഹം മൂർത്തി തിരിച്ചു തരുന്നുണ്ട്. വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയും അതുപോലെ തന്നെയാ. ആകെ എനിക്കൊരു കരടായിട്ട് തോന്നിയിട്ടുള്ളത് ദുർഗേച്ചി മാത്രം. അത് പിന്നെ വല്ലപ്പോഴും വന്ന് മൂത്ത പെങ്ങൾ എന്നുള്ള അധികാരവും കാണിച്ച് അതങ്ങ് പോവും. ഭയങ്കര വലിയ സന്തോഷത്തോടെ അല്ലെങ്കിലും ഒരല്ലലും ഇല്ലാതെ ബിസിനസിന്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുന്ന ഫാമിലിയാ. പക്ഷേ ഈ ഇടയായിട്ട് മൂർത്തി വളരെ ഡിസപ്പോയിന്റഡാ. ഞങ്ങൾക്ക് കുട്ടികളില്ലെന്ന് തനിക്കറിയാലോ. അതിന്റെ വളരെ വലിയൊരു നിരാശ ആളെ ഇപ്പൊ പിടികൂടിയിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബിസിനസ് പച്ചപിടിക്കാത്തതും കുഞ്ഞില്ല എന്നുള്ള മാനസിക വിഷമവും മൂർത്തിയുടെ ജീവിത രീതിയിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുക. ഏത് നേരവും ചിന്തയും മുറി അടച്ചുള്ള ഇരിപ്പും. ഇങ്ങനെ പോയാ എനിക്കെന്റെ മൂർത്തിയെ നഷ്ടപ്പെടുവടോ. തനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തൂടെ? ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സീനിയോറിറ്റി പ്രകാരം 53ാമത്തെ നമ്പരാ. അത് ലേറ്റ് ആവും. ഇതിലിപ്പോ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? ശാലിനി വിചാരിച്ച അതൊന്ന് നേരത്തെയാക്കി തരാൻ പറ്റില്ലേ? ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞെങ്കിൽ ശാലിനി നൽകുന്നത് ഒരു കുടുംബത്തിലേക്കുള്ള മുഴുവൻ സന്തോഷമായിരിക്കും. ഒരു കുഞ്ഞു വന്ന് കഴിയുമ്പോ അതിന്റെ കളിയും ചിരിയൊക്കെ കൊണ്ട് മൂർത്തിയുടെ മൂഡ് ഓഫും മാറും. എനിക്ക് ഇതേക്കുറിച്ച് ആധികാരികമായിട്ട് വലിയ അറിവൊന്നുമില്ല. എന്തായാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ, എന്നിട്ട് അരുണയെ അറിയിക്കാം. അത് മതി. ശാലിനിയുടെ ഉറപ്പില്ല ഇനിയുള്ള എന്റെ ജീവിതം. പരീക്ഷയോ? അങ്കിളെ പറത്തി വിട്ടോ, ഇപ്പൊ തന്നെ ലേറ്റായി. അതൊക്കെ അങ്കിൾ ഏറ്റു. നമ്മള് റോഡിലൂടെ ഇങ്ങനെ പറക്കും, നോക്കിക്കോ.